മോഹൻലാലിൻ്റെ ആറാം തമ്പുരാന് പിന്നിലെ ഒരു രഹസ്യം നടൻ മണിയമ്പിള്ള രാജുവാണ് അടുത്തിടെ വെളിപ്പെടുത്തിയത്. ഇത് കേട്ടറിഞ്ഞ മനോജ് കെ ജയൻ ലാലുമായി ബന്ധപ്പെട്ട മറ്റൊരു സിനിമാ രഹസ്യവും പങ്കുവച്ചു. മണിയമ്പിള്ള രാജു പറഞ്ഞ ആറാം തമ്പുരാന് പിന്നിലെ കഥ ഇതാണ്. രഞ്ജിത്താണ് ആറാം തമ്പുരാൻ്റെ തിരക്കഥ എഴുതിയത്, ഷാജി കൈലാസ് സംവിധാനവും. യഥാർത്ഥത്തിൽ അത് മോഹൻലാലിനെ നായകനാക്കാനുള്ള സിനിമയായിരുന്നില്ല. അസുരവംശം എന്ന സിനിമയിലെ അഭിനയം കണ്ട് മനോജ് കെ ജയനു വേണ്ടി മാറ്റിവെച്ച റോളായിരുന്നു അത്. മദ്രാസിൽ വച്ച് ആറാം തമ്പുരാൻ്റെ കഥ മണിയമ്പിള്ള രാജു കേട്ടു. മോഹൻലാലിനെ വച്ച് ചെയ്താൽ ഈ സിനിമ വേറൊരു ലെവലായി മാറുമെന്ന് രാജുവാണ് പറഞ്ഞത്. ഷാജി കൈലാസ് അപ്പോൾ ചോദിച്ചത് മോഹൻലാലിൻ്റെ ഡേറ്റ് കിട്ടുമോ എന്നായിരുന്നു. അത് താൻ അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞ രാജു നിർമ്മാതാവ് സുരേഷ് കുമാറിനെയും കൂട്ടി മോഹൻലാലിനെ ആറാം തമ്പുരാനിലേക്ക് എത്തിക്കുകയായിരുന്നു. മണിയമ്പിള്ള രാജു വെളിപ്പെടുത്തിയപ്പോൾ മാത്രമാണ് ഇക്കാര്യം മനോജ് കെ ജയൻ അറിഞ്ഞത്. താൻ അഭിനയിച്ചിരുന്നെങ്കിൽ ആറാം തമ്പുരാൻ പൊട്ടിപ്പൊളിഞ്ഞു പോകുമായിരുന്നു എന്ന് പറയുന്നവരോട് മനോജ് യോജിക്കുന്നില്ല. ഞാൻ ചെയ്തിരുന്നെങ്കിൽ അത് എൻ്റേതായ ചെറിയ പടമായി മാറിയേനെ എന്ന് മാത്രം. അതേസമയം മോഹൻലാലിനായി മാറ്റിവെച്ച മറ്റൊരു സിനിമ തനിക്ക് കിട്ടിയിട്ടുണ്ടെന്നും മനോജ് പറഞ്ഞു. മോഹൻലാലിനും തിലകനും വേണ്ടിയായിരുന്നു ചമയം എന്ന സിനിമ മാറ്റിവെച്ചിരുന്നത്. ഭരതൻ സംവിധാനം ചെയ്ത ജോൺ പോൾ തിരക്കഥ എഴുതിയ സിനിമ. എന്നാൽ ലാലിൻ്റെയും തിലകൻ്റെയും ഡേറ്റ് ഭരതന് ലഭിച്ചിരുന്നില്ല. അങ്ങനെയാണ് ചമയം ഒടുവിൽ മനോജ് കെ ജയൻ മുരളി കൂട്ടുകെട്ടിലേക്ക് വഴിമാറിയത്. ഈ വാർത്ത ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തൂ. സബ്സ്ക്രൈബ് ചെയ്യൂ സൈബർ വിലാസം മീഡിയ നെറ്റ്വർക്ക്.